ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു എഗ് പപ്സ് ഉണ്ടാക്കിയാലോ? എങ്ങനെ ആരോഗ്യകരമായി നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ എഗ് പപ്സ് ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ബേക്കറിയിലെ പോലൊന്നും അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. എന്നാൽ തന്നെ നമുക്ക് എങ്ങനെ ഇവിടെ എൻ്റെ കുഞ്ഞിന് സാറാമത്തിന് ഇഷ്ടമാണ് ഇങ്ങനെ എഗ് പപ്സ്. പക്ഷെ നമ്മൾ കടയിൽ പോയി മൈദയിലും പിന്നെ ഡാൽഡയിലും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പറയുമ്പോൾ നമ്മൾ ഇത് ഗോതമ്പിലാണ് ചെയ്യുന്നത്. 1 2 പിന്നെ ഞാൻ ഡാൽഡ ഒന്നും ചേർത്തില്ല. ഞാൻ കുറച്ച്, നിങ്ങൾക്ക് സൺഫ്ലവറൊക്കെ ചേർക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് വെക്കുക. ഇനി നമ്മളിത് ചപ്പാത്തി പോലെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം മാവിരിക്കുക. അതൊന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമ്മുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗോതമ്പ് നല്ലതുപോലെ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചു. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്, നമ്മുടെ ഈ എഗ് പപ്സിന് ഫില്ലിങ്, അതിന് വേണ്ടി ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ്, അരമുറി തക്കാളി എടുത്തു, കുറച്ച് ഇഞ്ചി എടുത്തു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു, ഇത് ജസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അത് നല്ലതുപോലെ നമ്മുടെ വഴണ്ടത് ഒത്തിരി അങ്ങ് ഇതാകുന്നു വേണ്ട. എന്നാലും നമുക്കറിയാലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പെർഫെക്റ്റ് എഗ് പപ്സ് അല്ല. നമുക്ക് കൊതി വരുമ്പം കുഞ്ഞുങ്ങൾക്ക് സാറൊക്കെ ഒരു പപ്സാണ് പറയുമ്പോൾ കടയിൽ പോയി വാങ്ങിക്കാതെ നമുക്ക് വീട്ടിലെങ്ങനെ ആരോഗ്യകരമായി ഉണ്ടാക്കി കഴിക്കാം. എല്ലാവർക്കും, രോഗികൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും. കടയിലൊക്കെ മൈദയല്ലേ, മൈദ ഞാൻ പറയുന്നുണ്ടല്ലോ, മൈദ ടേസ്റ്റൊക്കെ, പക്ഷെ അതുപോലെ ദോഷമാണ്. ഇത് നമുക്ക് അതിന് വരെ ഓപ്ഷൻ ഗോതമ്പാക്കാം. അതുപോലെ തന്നെ പിന്നെ ഡാൽഡയ്ക്കും പിന്നെ വേറെ മറ്റ് എണ്ണകൾക്കൂടെ നമുക്ക് വെളിച്ചെണ്ണയാക്കാം. ടേസ്റ്റിനകത്തൊക്കെ ഒത്തിരി കുറേ, എന്നാൽ തന്നെ നമുക്ക് പപ്സ് കഴിച്ചിടും. പപ്സ് വേണമെങ്കിൽ ഒരു ഏകദേശം രീതി പപ്സാകും. ഞാനിത് മിക്കവാറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ചേറാമുത്ത് അതുകൊണ്ട് തൃപ്തയാണ്. ഞങ്ങളും തൃപ്തര. ആരോഗ്യവും പോകത്തില്ല, കൊളസ്ട്രോളും കൂടത്തില്ല. എന്നാൽ പപ്സ് നമുക്ക് കഴിക്കാം. അതാണ് ഞാൻ കൂടുതൽ പലഹാരങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വാടിയപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂൺ നമ്മുടെ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്രയിട്ട് ഇതൊന്ന് വഴണ്ട് വേവട്ടെ. തുടയുമ്പോൾ നമ്മൾ മുട്ട, ഞാൻ കുക്കറിലാണ് പുഴുങ്ങുന്നത്. ഒറ്റ വിസിലടിച്ച മുട്ടയാവും. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം. മനസ്സിലായോ? പൊട്ടാത്ത മുട്ട വേണം ഇടാൻ. പൊട്ടിയ മുട്ട കുക്കറിലിട്ടാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചു കഴിഞ്ഞു. നമുക്ക് ഇതിനകത്തോട്ട് ഇടുക. ഇതൊന്ന് വേവട്ടെ. മുട്ടയുടെ ഫില്ലിങ്ങൊക്കെ റെഡിയായി. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ചെടുത്തത് ചെറിയൊരു റൗണ്ട് പോലെ ചപ്പാത്തി പോലെ നമ്മളിങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഓരോന്നെടുത്ത് നമുക്ക് മസാല വയ്ക്കുക. ഈ മുട്ട ഇങ്ങനെ ഞാൻ പകുത്ത് കീറി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം നമ്മളൊരു മുട്ട വെച്ചു, അതിനകത്ത് നമ്മുടെ മസാല വെച്ചു. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ റോളൊന്ന് നമ്മൾ റോൾ ചെയ്ത് എന്നിട്ട് ജസ്റ്റ് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് എണ്ണ തിളച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ പോലാണ്, ഡീപ് ഫ്രൈ അല്ല. നമ്മുടെ 4 പപ്സാവേണ്ട ഫില്ലിങ് അങ്ങോട്ട് വെച്ച് എല്ലാം എണ്ണയ്ക്കകത്തിട്ട് ഇനി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്തപ്പം ഞാൻ മാർക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ല പൊള്ളി വരും. ഇതിലൂടെ ഒന്ന് മൂക്കട്ടെ. കണ്ടോ, നമ്മുടെ ബേക്കറിയിലെ പപ്സ് പോലും ആയില്ലെങ്കിലും അത് ഏകദേശമൊക്കെ അതുപോലെ വന്നില്ലേ. വളരെ ആരോഗ്യകരമായ നമ്മുടെ മുട്ട പപ്സാണ് കേട്ടോ. നമുക്ക് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് പപ്സ്. അതേ ടേസ്റ്റൊക്കെ തന്നെ വരും. നമ്മുടെ ഗോതമ്പിലും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. വേറെ അധികമായ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ മൈദയൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ ബേക്കറിലൊക്കെ എന്തോ ടൈപ്പ് എണ്ണയാണെന്ന് നമുക്കറിയത്തില്ലേ, ഈ ഡാൽഡയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ വളരെ
ഹെൽത്തിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആരോഗ്യദായകമായ എഗ് പപ്സ്. അപ്പം ഹോട്ടലിലോട്ടൊന്നും അത്രയും ഒന്നും പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ വളരെയധികം ടേസ്റ്റാണ്. പിന്നെ സമാധാനത്തോടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, പ്രായമുള്ളവർക്കും കഴിക്കാം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കൃപയോടെ ഈ ഒട്ടും ദോഷം ചെയ്യത്തില്ല നമ്മുടെ ശരീരത്തിന്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.